ഇത്രയധികം ഇസ്രയേലിന്റെ സർവൈലൻസ് ഉണ്ടായിട്ടും ഗസയിലെ ഹമാസിന് എങ്ങനെയാണ് അത്യാധുനിക ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും ഒക്കെ എത്തുന്നത് എന്നത് ആരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഇതിന് ഇസ്രയേൽ മറുപടി നൽകിയത് വിവിധ എൻജിഒകളുടെ സഹായത്തിന്റെ മറവിലാണ് ഇവിടെ ആയുധങ്ങൾ എത്തുന്നത് എന്നാണ്. ഭക്ഷണ പൊതികൾക്കിടയിൽ തോക്ക് ഒളിച്ചു കടത്തുക എന്നതാണ് ഇതേക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ പറഞ്ഞത്. ഗസയിലേക്ക് വരുന്ന വിവിധ സഹായങ്ങളെ ഇസ്രയേൽ കർശനമായി നിരീക്ഷിക്കാൻ തുടങ്ങിയതോടെ ഹമാസിന് കിട്ടുന്ന ആയുധങ്ങളും കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഭാഗികമായി വെടിനിർത്തൽ വന്ന ഗസയിൽ മറ്റൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രയേൽ. ഗസയിലെ 37 എൻജിഒകളെ നിരോധിക്കുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ജീവനക്കാരെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത 37 സഹായ സംഘടനകളെ ജനുവരി 1 മുതൽ ഗസയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിരോധിക്കുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ സമർപ്പിക്കാനുള്ള എൻജിഒകളുടെ സമയപരിധി ബുധനാഴ്ച അർദ്ധരാത്രി അവസാനിച്ചതോടെ നിരോധനം പ്രാബല്യത്തിൽ വരും. തീവ്രവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായോ ഹമാസുമായി ബന്ധമുള്ളതായോ കണ്ടെത്തിയിരിക്കുന്ന ജീവനക്കാർ ഉൾപ്പെടുന്ന എൻജിഒകളെയാണ് ഇസ്രയേൽ നിരോധിക്കുന്നത്. ഈ 37 എൻജിഒകളിൽ ഇന്റർനാഷണൽ മെഡിക്കൽ ചാരിറ്റി ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളായ ഇസ്ലാമിക് ജിഹാദ്, ഹമാസ് എന്നിവയുമായി ബന്ധമുള്ള 2 സ്റ്റാഫ് അംഗങ്ങളെയാണ് ഈ സംഘടന നിയമിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. നോർവീജിയൻ റെഫ്യൂജി കൌൺസിൽ, വേൾഡ് വിഷൻ ഇന്റർനാഷണൽ, കെയർ ഓക്സ്ഫാം എന്നിവ പട്ടികയിലുള്ള മറ്റ് സംഘടനകളാണ്. ഭീകരതയെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിക്കുന്ന സംഘടനകൾ ഫലസ്തീൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നത് തടയുന്നതിനാണ് പുതിയ നിയന്ത്രണങ്ങളെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. അതേസമയം ഈ തീരുമാനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഫലസ്തീനിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻ റിലീഫ്സ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റ് എന്ന ഉൺറ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന. പക്ഷേ ഇതിനെതിരെയും ഹമാസ് ബന്ധത്തിന്റെ പേരിൽ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് കടന്നുകയറി നടന്ന ഭീകരാക്രമണങ്ങളിൽ ഉൺറയിലെ 4 അംഗങ്ങൾ നേരിട്ട് പങ്കെടുത്തിരുന്നു. ഇവരെ പിന്നീട് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇസ്രയേൽ പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗസയെ ഫലത്തിൽ നിയന്ത്രിക്കുന്നത് ഈ പ്രോ ഹമാസ് സംഘടനയായ ഉൺറയാണെന്ന് പറയാം.